കഴിഞ്ഞ സർക്കാർ കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്ന ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മറ്റ് സർവീസിലുള്ള ആളുകൾക്കെതിരെ ഉൾപ്പെടെ നടപടിയെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിൽ നിന്ന് പല പരാതികൾ വരുമ്പോൾ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല, ഏകപക്ഷീയമാണ് എന്ന വലിയ ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇപ്പോഴത്തെ പുതിയ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരായ സമൂഹ മാധ്യമങ്ങളിലെ ആക്ഷേപത്തിനെതിരെ പോലീസുകാരനെതിരെ നടപടി വരികയാണ്. മന്ത്രി KM ഷാജിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ പോലീസ് ഫ്രണ്ട്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലായിരുന്നു ഉദ്യോഗസ്ഥന്റെ വിവാദ സന്ദേശം. സാനംഗ് സുരേഷ് ഗൗരവതരമായിരുന്നു പോലീസുകാരന്റെ പരാമർശം. രതീഷ്, ഏറെ ഗൗരവതരമായിട്ടുള്ള ഒരു പരാമർശം, അത്തരത്തിലൊരു ആക്ഷേപ പരാമർശം തന്നെയാണ് പോലീസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ DYSPമാരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ഗ്രൂപ്പിൽ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ സുജിത്ത് നടത്തിയത്. KM ഷാജി എന്ന ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ മന്ത്രിക്ക് മതം തന്നെയാണ് എപ്പോഴും പ്രശ്നം. അദ്ദേഹം പിണറായി വിജയനോട് സത്യപ്രതിജ്ഞ ചടങ്ങിനിടയിൽ വെച്ച് അദ്ദേഹം കാണിച്ച മനോഭാവം അടക്കം പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. അതിനുശേഷം ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആ കുറിപ്പ് വ്യാപകമായി പങ്കുവയ്ക്കുകയും ചെയ്തു. പിന്നീട് അഡ്മിന്മാരൊക്കെ ഇടപെട്ട് അത് നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അത് പൂർണ്ണമായി ഫലവത്തായില്ല. അതിനുശേഷം തന്നെയാണ് പിന്നീട് ഇയാൾക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നതും. അതിനുശേഷം ഇപ്പോൾ ഒരു വകുപ്പ് തല നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പുതിയ സർക്കാർ വന്നു, പുതിയ നടപടികൾ പോലീസുകാർക്കെതിരെ ഉണ്ടാകുകയാണ്. പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. KM ഷാജിക്കെതിരായ മതവികാരം ഉണർത്തുന്നടക്കമുള്ള സമാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുന്നത്.